ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടി എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ നിന്നതും അവൾ ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കാണ്. അവളുടെ കമ്പാർട്ട്മെന്റിനെ തൊട്ടടുത്തുണ്ടായിരുന്ന കമ്പാർട്ട്മെന്റ് ബാത്റൂം അടക്കം കാണാതെയാവാണ്. അവൾ ഒരു ഞെട്ടലോടെ വേഗം പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനോട് കാര്യം പറഞ്ഞു. അവനും ചെന്ന് ആ ഭാഗത്ത് പോയി നോക്കിയതും അവനിലും ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. പാസഞ്ചേഴ്സ് ആരും ഭയപ്പെടാതെ ഇരിക്കാൻ പരമാവധി അവൻ ആ ഭാഗത്തേക്ക് ആരെയും അടുപ്പിച്ചില്ല. പക്ഷേ അതിലുള്ളവർ ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവന് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അതേസമയം അതിലുള്ള ഒരുത്തൻ എഴുന്നേറ്റ് വന്ന് എന്റെ 2 ഫ്രണ്ട്സ് ആ കാണാതായ കമ്പാർട്ട്മെന്റിലാണ്, ഇനി അവരെ കാണാൻ ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിക്കാണ്. അവനും തന്നെ വേറെ വഴിയില്ലാതെ അവരോട് പെട്ടെന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവുകയും നമ്മുടെ ട്രെയിനിന്റെ ബാക്കിലെ കമ്പാർട്ട്മെന്റ് മുൻപ് ക്രോസ് ചെയ്തു പോയ ടണലിൽ പെട്ടുപോയെന്നും പറയാണ്. റെസ്ക്യൂ ടീം വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട എന്നും പറയാണ്. അവൻ നേരെ പോയി ട്രെയിനിന്റെ ഇലക്ട്രിക്കൽ ബോർഡ് ഓപ്പൺ ചെയ്തു നോക്കി. അന്നേരം അതിന്റെ ഉള്ളിൽ ഒരു ജെല്ല് പോലെ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു. ഒരുപാട് വർഷമായി ഉപയോഗിക്കാത്ത നിലയിലുള്ള ബോർഡ് പോലെ ആയിരുന്നു അത് അപ്പോൾ കാണാൻ. അത് കണ്ട് ആകെ കിളിപ്പോയി നിൽക്കുമ്പോഴാണ് അവിടെയൊക്കെ ചില ഭാഗങ്ങളിലായിട്ട് പല രൂപങ്ങളും കാണുന്നത്. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസറിന്റെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറയാണ്. അത് കേട്ട് അയാൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കാനിടയില്ല, അത്രയും സെക്യൂരിറ്റി കോഡ് ഉപയോഗിച്ച് മാൻ പവർ യൂസ് ചെയ്താൽ മാത്രമേ കമ്പാർട്ട്മെന്റ് വിട്ടുപോകൂ എന്ന് പറയാണ്. തനിയെ അത് ഒരിക്കലും മിസ്സാവില്ല എന്ന് ഉറപ്പ് പറയാണ്. എന്നിട്ട് അയാൾ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തു. ആ കമ്പാർട്ട്മെന്റ് ഒരു ടണലിൽ കയറിയ ഉടനെ അതിലെ പാസഞ്ചേഴ്സിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അത് കണ്ട അവർ ഞെട്ടുന്നുണ്ടെങ്കിലും ആരോടും തന്നെ അക്കാര്യം പറയുന്നില്ല. അങ്ങനെ അടുത്ത കമ്പാർട്ട്മെന്റ് അടുത്ത ടണലിൽ കയറാണ്. പെട്ടെന്ന് ഒരു ഇൻവിസിബിൾ ഫോഴ്സ് വന്ന് അവരെ ഓരോരുത്തരെയും കൊല്ലുകയാണ്. അങ്ങനെ ആ ട്രെയിൻ പോകുന്നത് എല്ലാവരുടെയും മരണത്തിലേക്കായിരുന്നു.